1999 2000 ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കിയിരുന്ന ആളുകൾ, നിങ്ങളൊന്ന് ആ കാലത്തേക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ. അന്ന് നിങ്ങൾ വീട്ടിൽ കൊടുത്തിരുന്ന ക്യാഷ് എത്ര ആയിരുന്നു? ഒരു മാസത്തെ ചിലവിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിരുന്ന ഒരു ക്യാഷ് ഒന്ന് കണക്കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപയായിരിക്കും ഏറി കഴിഞ്ഞാൽ. അതിൽ താഴെ ആയിരിക്കും ഒരു ശരാശരി കുടുംബത്തിൻ്റെ ഒരു മാസത്തെ എക്സ്പെൻസ് വരുന്നത്. ആ 10,000 രൂപയ്ക്ക് താഴെ അന്ന് നിങ്ങളെ ജോലിയിലും ഏകദേശം അതിൽ താഴെ ആയിരിക്കും നിങ്ങൾക്ക് വരുമാനമുള്ളത്. 10,000 രൂപേൻ്റെ താഴെ ആയിരിക്കും ഒരു ഭൂരിഭാഗം ആളുകൾക്കും, അതായത് സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 2000-ലൊക്കെ കൂലി എന്നത്. ഇപ്പോൾ നിങ്ങളെ കൂലിയും കൂടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ചിലവും കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ അന്ന് 10,000 കിട്ടിയിരുന്ന ആളുകൾക്ക് ഇന്നൊരു 25,000 രൂപ കിട്ടുന്നുണ്ടാവും. 25,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ആ 25,000 മുഴുവനും വീട്ടിൽ കൊടുത്താലും ഈ പിന്നെയും 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 ആരോഗ്യനാവിൻ്റെ മിഴികടന്നെത്തുന്ന പദനിസ്വരം എന്ന് പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ പൈസ കൊണ്ടൊന്നും തികയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിന്തിക്കാത്തവർക്ക് അന്നും ഇന്നും കൂടി ഒത്തിരി ചിലവിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് സാധനങ്ങളുടെ പലവ്യഞ്ജനങ്ങളുടെയും മറ്റുള്ള ഫ്രൂട്ട്സ് ആൻഡ് പാല് വരെ എല്ലാവിധ സാധനങ്ങൾക്കും വില കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ മത്തി വരെ, അന്നൊക്കെ പൊറോട്ടയ്ക്ക് വരെ വില കുറവല്ലേ. പൊറോട്ടയും കറിയും എടുത്തിട്ടുണ്ടെങ്കിലുള്ള ചെറിയ പൈസ ഒക്കെ കിട്ടിയിരുന്ന ഒരു കാലഘട്ടം. എന്തിനും അന്നത്തേനെക്കാട്ടി ഒരു പക്ഷേ വില കൂടിയിട്ടുണ്ടാവും. ഒരു പക്ഷേ ബൂമർ, ബിഗ് ബബിൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ 1 രൂപയൊക്കെ തന്നെ എപ്പോഴും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ പെടില്ല കേട്ടോ. അത് മാത്രമാണ് ഈ കാര്യം. ബബിൾക്കും വ്യത്യാസം ഉണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ. ബാക്കിയുള്ള ഒരു ഇതൊക്കെ സാധനങ്ങളൊക്കെ വില കൂടിയിട്ടുണ്ട്. പിന്നെ ഡോക്ടറെ ഫീസ് അന്നൊക്കെ ഒരു 30-40 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഫീസൊക്കെ കഴിഞ്ഞില്ല. 50 റുപ്യാണ് ഈ കാര്യം ചില ഡോക്ടർമാർക്കൊക്കെ. ഇപ്പോൾ അത് 250-400 വരെ എത്തി തുടങ്ങി. 400-500 വരെ ആയിക്കണം ചില ഡോക്ടർമാരെ. പിന്നെ പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില, അതൊക്കെ വില കൂടി. ഇതൊക്കെ നമ്മളെ എക്സ്പെൻസ് തന്നെ. പിന്നെ അന്ന് മൊബൈൽ ഡാറ്റ വല്ലാതെ കയറ്റാണ്ടാവില്ല. ഇപ്പോൾ വീട്ടിലെ ആളെണ്ണം ഒരു 300 റുപ്യ അങ്ങനെ വേണം. അപ്പോൾ ഒരു 1000 റുപ്യ എക്സ്ട്രാ കൂടിയില്ലേ. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ കൂടിയത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ കിട്ടുന്ന പൈസ ഒന്നും തികയാത്തൊരു പ്രശ്നം വരുന്നത്. പിന്നെ കേബിൾ ടി വിൻ്റെ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ചിലവ്, പിന്നെ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ചിലവുകൾ അന്നത്തേൽ നിന്നും അപേക്ഷിച്ച് ഇന്ന് പുതുതായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടി കൊണ്ടാണ് നമുക്ക് എത്ര കിട്ടിയാലും തികയാത്ത ഒരു വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ പരിഹാരം? അനാവശ്യമായ ചിലവുകൾ വന്നു ചേരാതെ അത് വന്ന് തന്നെ സ്ഥിരമായിട്ട് നമ്മളെ ബഡ്ജറ്റിനെ പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള ചിലവുകൾ വരുത്തി വെക്കാണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിനുള്ള പരിഹാരം. പിന്നെ വരുമാനം ആവശ്യത്തിന് എത്രയാണ്, ഓരോ 25,000 ആവശ്യമുള്ള ആൾക്ക് 25,000 തന്നെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 15,000 ആവശ്യമുള്ള ആൾക്ക് 25,000 രൂപ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു 10,000 മാസം സേവിങ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഒരു 1-2 മാസം ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നാലും കാര്യങ്ങൾ നടക്കും. സേവിങ്സ് ഒരു ശീലമാക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ബൈ.